തിരുവനന്തപുരത്ത് രാജ്യത്തെ ആദ്യ യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകളിലൊന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അങ്ങനെ തലസ്ഥാന നഗരി വിജ്ഞാന സാങ്കേതിക ഹബ്ബാക്കി മാറ്റാനുള്ള പദ്ധതിക്ക് തുടക്കമാവുകയാണ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തെ ആദ്യ യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകളിലൊന്നിന് തിരുവനന്തപുരത്ത് തുടക്കമാകാൻ പോവുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ പദ്ധതിയെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ലോകോത്തര വിദ്യാഭ്യാസം, ഗവേഷണം, സാങ്കേതിക വിദ്യ, വ്യവസായം, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ എന്നിവയെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്ന സമഗ്ര വികസന മാതൃകയായിരിക്കും യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമാക്കി മാറ്റാനുള്ള ദീർഘകാല പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ ഉയർന്ന വിദ്യാഭ്യാസ രംഗം വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് പുതിയ ആശയം അവതരിപ്പിക്കപ്പെടുന്നത്. പഠനം മാത്രമല്ല, ഗവേഷണം, നൂതന കണ്ടുപിടുത്തങ്ങൾ, സംരംഭകത്വം, വ്യവസായ സഹകരണം എന്നിവ ഒരേ ക്യാമ്പസിൽ സാധ്യമാകുന്ന സംവിധാനമാണ് യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അധ്യാപകർക്കും സ്റ്റാർട്ടപ്പ് സംരംഭകർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം ഇതിനകം തന്നെ രാജ്യത്തെ പ്രധാന വിജ്ഞാന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കേരള സർവകലാശാല, IIST, IISER, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ടെക്നോ പാർക്ക്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ദേശീയ, അന്തർദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങൾ തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുള്ള വികസന മാതൃക നഗരത്തിന്റെ വളർച്ചയ്ക്ക് പുതിയ ദിശ നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ടൗൺഷിപ്പിന്റെ ഭാഗമായി അത്യാധുനിക ഗവേഷണ ലാബുകൾ, ഇന്നൊവേഷൻ സെന്ററുകൾ, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ കേന്ദ്രങ്ങൾ, വ്യവസായ പങ്കാളിത്ത സംവിധാനങ്ങൾ, വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമായി താമസ സൗകര്യങ്ങൾ, കോൺഫറൻസ് സെന്ററുകൾ, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. പഠനത്തോടൊപ്പം ഗവേഷണ ഫലങ്ങൾ നേരിട്ട് വ്യവസായ മേഖലയിൽ എത്തിക്കാനുള്ള സംവിധാനവും ഇതിലൂടെ രൂപപ്പെടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി, റോബോട്ടിക്സ്, ഡീപ് ടെക്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ ഭാവി സാങ്കേതിക മേഖലകളിൽ ഗവേഷണവും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പദ്ധതി മുൻഗണന നൽകും. ഇതിലൂടെ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കേരളത്തിൽ നിന്നുള്ള പ്രതിഭകളുടെ വിദേശ കുടിയേറ്റം കുറയ്ക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിദേശ സർവകലാശാലകളുമായും ഗവേഷണ സ്ഥാപനങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനും യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് പദ്ധതി സഹായകരമാകും. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികളെയും ഗവേഷകരെയും നിക്ഷേപകരെയും ആകർഷിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസ ഗവേഷണ ആവാസ വ്യവസ്ഥയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതോടെ തിരുവനന്തപുരം ഒരു IT നഗരം എന്നതിനപ്പുറം ആഗോള വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രമെന്ന നിലയിലും ശ്രദ്ധ നേടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ കേരളത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ മികച്ച തൊഴിലവസരങ്ങൾക്കായി മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പോകുന്ന സാഹചര്യമുണ്ട്. സർവകലാശാലകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന പുതിയ മാതൃക യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്ത് തന്നെ കൂടുതൽ തൊഴിലും നിക്ഷേപവും സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഗവേഷണത്തിനും നവീകരണത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പ് പോലുള്ള പദ്ധതികൾ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർണായക മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നും വിലയിരുത്തലുകളുണ്ട്. പഠനവും ഗവേഷണവും സംരംഭകത്വവും ഒരുമിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ വികസിത രാജ്യങ്ങളിലെ സർവകലാശാലകളുടെ വിജയ മാതൃകകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് രൂപകൽപ്പന ചെയ്യുന്നത്. പദ്ധതിയുടെ വിശദമായ രൂപരേഖയും നടപ്പാക്കൽ സമയക്രമവും പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം രാജ്യത്തെ ഏറ്റവും വലിയ വിജ്ഞാന സാങ്കേതിക നഗരങ്ങളിലൊന്നായി മാറുമെന്നും വിദ്യാഭ്യാസം, ഗവേഷണം, നിക്ഷേപം, തൊഴിൽ എന്നീ മേഖലകളിൽ കേരളത്തിന് പുതിയ വളർച്ചാ സാധ്യതകൾ തുറന്നു കിട്ടുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.